ഏതെങ്കിലും ആനകുട്ടി മരിക്കുന്നവരുടേതാണോ? ആണോ സഹോദരങ്ങളെ? ഏതെങ്കിലുമൊക്കെ ഉറൂസ് എന്ന പേരില്, ഉറൂസുകളുടെ പേരില് ഞാൻ ആവർത്തിച്ചു പറയുകയാണ്, ഉറൂസുകളുടെ പേരിൽ ആനയും അമ്പാരിയും എടുത്തിട്ട് ഞാൻ പറയുന്ന ഇസ്ലാം മത വിശ്വാസികളുടെ ഉറൂസിന്റെ കാര്യമാ പറയുന്നത്. ഹൈന്ദവ സഹോദരങ്ങളുടെ ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്ന ആനയുടെ കാര്യമല്ല ഞാൻ പറയുന്നത്. അവർക്കതിൽ പ്രാമാണികതയുണ്ടാകാം, അവരുടെ വിശ്വാസമാകാം അത്. പക്ഷേ ഒരു മുസ്ലിം എന്നുള്ള നിലയിൽ ആനയും അമ്പാരിയും എടുത്തുകൊണ്ടുള്ള ആഘോഷങ്ങൾ ഇസ്ലാമികമാണ് എന്ന് ഏതെങ്കിലും ബിസിനസ് രാജാക്കന്മാര് പറഞ്ഞാൽ, ഏതെങ്കിലും മക്ബറ കമ്മിറ്റിക്കാര് പറഞ്ഞാൽ അത് ഇസ്ലാമികമാണ് എന്ന് മുസ്ലിം പണ്ഡിതന്മാർക്ക് അഭിപ്രായമില്ല. എന്തുകൊണ്ടില്ല എന്ന് ചോദിച്ചാൽ, ആന കുത്തിയിട്ട് മരിച്ചു പോകുന്ന ഒരാളെ പോലെയാണോ നമ്മൾ മരിക്കേണ്ടത്? അല്ല സഹോദരങ്ങളെ. വയനാട് നാടുകളിൽ, വയനാടിന്റെ ചുരങ്ങളിൽ തേയില പറിക്കാൻ പോകുന്ന പാവപ്പെട്ട സഹോദരങ്ങളെ കാട്ടാന കുത്തിക്കൊല്ലുന്നതിന്റെ കഥയുമല്ല ഞാൻ പറയുന്നത്. മറിച്ച് മഹാന്മാരുടെ പേരിൽ, അന്ത്യവിശ്രമം കൊള്ളുന്ന മഹത്തുക്കളുടെ പേരിൽ ആനയും അമ്പാരിയും എടുത്ത് ഗാനമേളയും സിനിമാറ്റിക് ഡാൻസും വെച്ചുകൊണ്ട് നടത്തുന്ന ഉറൂസുകളുടെ പേരിൽ മരിക്കുന്ന ആളുകളെ പോലെ അല്ല മരിക്കേണ്ടത്. മരിക്കുന്നെങ്കിൽ എന്റെ സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആൻ പറയുന്നത് വതവഫനാ മഅൽ അബ്റാർ, വതവഫനാ മഅൽ അബ്റാർ. പരലോകത്തെ ഭയക്കുന്നതോടൊപ്പം പാവപ്പെട്ടവന് ഭക്ഷണം കൊടുക്കുന്നതോടൊപ്പം ആരോടൊക്കെയുള്ള ബാധ്യതകൾ നിറവേറ്റേണ്ടതുണ്ടോ ആ നിറവേറ്റപ്പെടുന്ന ബാധ്യതകൾ സമ്പൂർണ്ണമായി പാലിച്ചുകൊണ്ട് ജീവിതം കാഴ്ചവെച്ചവരെ പോലെയാ നമ്മൾ മരിക്കേണ്ടത്. അള്ളാഹു നമുക്കതിനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തീരുന്നില്ല. ഈ മരണപ്പെടുന്ന മനുഷ്യരുടെ റൂഹുണ്ടല്ലോ, ഏത് അബ്റാരിങ്ങളായി മരിക്കുന്ന മനുഷ്യന്റെ റൂഹ്, ആ അബ്റാരിങ്ങളുടെ 3 വിശേഷണവും ഞാൻ നിങ്ങളുടെ മുന്നിൽ പറഞ്ഞിട്ടുണ്ട്. ആ അബ്റാരിങ്ങളുടെ, ആ മരണം പുൽകുന്ന ആളുകളുടെ റൂഹ് പോകുന്നത് 7 ഭൂമിയുടെ അടിത്തട്ടിൽ സിജ്ജീൻ എന്ന് പറയുന്ന പ്രദേശത്തേക്കല്ല. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, കല്ലാ ഇന്ന കിതാബൽ അബ്റാരി ലഫീ ഇല്ലീൻ വമാ അദ്റാക മാ ഇല്ലിയൂൻ കിതാബും മർഖൂം യശ്ഹദുഹുൽ മുഖറബൂൻ. വിശുദ്ധ ഖുർആൻ പറയുകയാണ്, നമ്മൾ മരിച്ച നമ്മുടെ റൂഹ് എങ്ങോട്ടാണ്? നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. ബഹുമാനപ്പെട്ട സൈനുൽ ആബിദീൻ ഉസ്താദ്, നെല്ലിക്കാട് ഖാദിരിയുടെ വാണിയായ, ഇതിന്റെ ഈ നാട്ടിലെ പാവപ്പെട്ടവന് ഭക്ഷണം കൊടുത്ത, ഒരുപാട് പാവപ്പെട്ടവർ, ഒരുപാട് പട്ടിണിക്കാർക്ക് ഭക്ഷണം കൊടുത്ത സൈനുൽ ആബിദീൻ ഉസ്താദിന്റെ റൂഹ് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഇല്ലീൻ എന്ന് പറയുന്ന 7 ആകാശങ്ങൾക്ക് സപ്തവാനങ്ങൾക്ക് മുകളിലുള്ള വിശ്വാസികളുടെ പരിശുദ്ധമായ അർവാഹുകൾ സന്നിവേശിപ്പിക്കപ്പെട്ട ആ പ്രത്യേകമായ വാസസ്ഥലത്താണ് ആ റൂഹ് എന്ന് ഞങ്ങൾ പ്രതീക്ഷയിലാണ്. അള്ളാഹു അങ്ങനെ ആക്കട്ടെ. നമ്മുടെ ഒക്കെ റൂഹും ആ നിലയിൽ അള്ളാഹു തആല മാറ്റട്ടെ. വമാ അദ്റാക മാ ഇല്ലിയൂൻ. ഖാദിരിയ നഗറിൽ ഒരുമിച്ച് കൂടിയവരെ നിങ്ങൾക്കറിയുമോ ഇല്ലിയൂൻ എന്താണ് എന്ന്? കിതാബും മർഖൂം യശ്ഹദുഹുൽ മുഖറബൂൻ. അവന്റെ മുഖറബീങ്ങൾ മാത്രം എപ്പോഴും അടുത്തു വരുന്ന ഏറ്റവും ഭദ്രമായ എഴുതപ്പെട്ട ഒരു ഗ്രന്ഥത്തിന്റെ വിശുദ്ധ ഖുർആൻ പറയുന്നു, കിതാബും മർഖൂം എഴുതപ്പെട്ട ഒരു ഗ്രന്ഥമാണ് എന്ന് പറഞ്ഞാൽ ഒരു ഇടത്ത് അല്ലാഹു തആല വളരെ വ്യക്തമായ ഭദ്രമായി അവരുടെ ആത്മാക്കളെ അല്ലാഹു തആല പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ആ നിലയിൽ സഹോദരങ്ങളെ, ഇല്ലിയൂൻ എന്ന് പറയുന്ന അവന്റെ മുഖറബീങ്ങളായ മാലാഖമാര് മാത്രം സമ്മേളിക്കുന്ന ഭാഗത്ത് പ്രത്യേകമായി രേഖപ്പെടുത്തപ്പെട്ട, പ്രത്യേകമായി എഴുതപ്പെട്ട ആ ഭാഗത്ത് അല്ലാഹു തആല അവരുടെ റൂഹുകളെ സന്നിവേശിപ്പിച്ചിട്ടുണ്ട് എന്ന് വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. സൂറത്തുൽ മുത്തഫിഫീനിലെ ആ നിലയിൽ ആ റൂഹുകൾ, അബ്റാരിങ്ങളുടെ റൂഹുകൾ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഇല്ലിയനിലേക്ക് പോവുകയാണ്. അങ്ങനെ പോകുമ്പോൾ സഹോദരങ്ങളെ, അവരെ സൽക്കരിക്കാൻ ആളുണ്ട്. ഇവിടെ ബഹുമാനപ്പെട്ട നെല്ലിക്കാട് ഉസ്താദിന്റെ ഈ പരിപാടിയിൽ സൽക്കരിക്കാൻ ഒരുപാട് പേരുണ്ടായിരുന്നു. ഒരു ജഅഫർ മൗലവി മാത്രമല്ല, ഇവിടെ ഒരുപാട് പേര് സൽക്കരിക്കാനുണ്ടായിരുന്നു. നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് ഉസ്താദിനെ സ്നേഹിച്ചിരുന്ന ആളുകൾ, ആണുങ്ങളും പെണ്ണുങ്ങളും ഒഴുകി വന്നപ്പോൾ അവരെ സ്വീകരിക്കാൻ ഇവിടെ ജനങ്ങൾ, അല്ലെങ്കിൽ ഇതിന്റെ ഭാരവാഹികൾ തയ്യാറായിരുന്നു. എന്നാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അബ്റാരിങ്ങൾ എന്ന് പറയുന്ന ഉന്നതമായ പദവി എത്തിച്ചേർന്ന നമുക്ക് ബഹുമാനപ്പെട്ട ഉസ്താദ് ആ വിഭാഗത്തിലാണ് എന്ന് ഖുർആനിന്റെ ആയത്തുകൾ കൊണ്ട് നമുക്ക് പ്രതീക്ഷിക്കാനും മനസ്സിലാക്കാനും സാധിക്കുകയാണ്. നാളെ നമ്മൾ പോകുമ്പോ നമ്മളെ
സൽക്കരിക്കുന്നത് ആരാണ്? വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, നുസുലം മിൻ ഇൻദില്ലാഹ്, അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് പ്രത്യേക സൽക്കാരം അല്ലാഹു നടത്തുകയാ. വമാ ഇൻദല്ലാഹി ഖൈറുൽ ലിൽ അബ്റാർ, പടച്ച തമ്പുരാന്റെ ഭാഗത്തുള്ള സർവ്വ സൽക്കാരങ്ങളും അബ്റാരിങ്ങൾക്ക് അല്ലാഹു കൊടുക്കാണ്. അബ്റാരിങ്ങൾ എന്ന് പറയുന്ന വിഭാഗത്തിന് അല്ലാഹു തആല കൊടുക്കുക പുണ്യവാന്മാർ. ആ പുണ്യവാന്മാർക്ക് അല്ലാഹു കൊടുക്കുന്നത് പടച്ചവന്റെ സൽക്കാരമാണ്. ആ സൽക്കാരം വാങ്ങാൻ അല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവസാനം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവന്റെ അനുഗ്രഹീതമായ ജന്നാത്തുൻ നഈം എന്ന സ്വർഗ്ഗം വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, ഇന്നൽ അബ്റാറ ലഫീ നഈം. നഈം എന്ന് പറയുന്ന സ്വർഗ്ഗത്തിലാണ് അവരുള്ളത്. സ്വർഗ്ഗം നഈം എന്ന സ്വർഗ്ഗമാണ്. ഏതായി നഈം എന്ന സ്വർഗ്ഗം അറിയോ? അലൽ അറായികി യൻളുറൂൻ, സോപാനങ്ങളിൽ ഇരുന്ന് എല്ലാം കാണുന്ന മനോഹരമായ സ്വർഗമാണ്. അവര് സോപാനങ്ങളിലാണ് ഇരിക്കുന്നത്. അനുഗ്രഹത്തിന്റെ എല്ലാ ആർഭാടങ്ങളും ആസ്വാദനങ്ങളും അവരെ തേടിയെത്തുമ്പോൾ അവരുടെ മുഖത്ത് നിന്ന് വായിച്ചെടുക്കാം സന്തോഷത്തിന്റെ വകകൾ. അവരുടെ മുഖത്ത് നിന്ന് നമുക്ക് വായിച്ചെടുക്കാം ആനന്ദത്തിന്റെ നിമിഷങ്ങള്. സഹോദരങ്ങളെ, ചില ആളുകളുടെ മുഖം കറുത്ത് കരിവാളിച്ചു പോകും, പരലോകത്ത് ചൂളിപ്പോകും. അല്ലാഹ് കാത്തുരക്ഷിക്കട്ടെ. പക്ഷേ സോപാനങ്ങളിൽ ഇരുന്നു കൊണ്ട് പരസ്പരം നോക്കി കണ്ടുകൊണ്ട് മുഖത്ത് എല്ലാ സൗന്ദര്യങ്ങളും സൗരഭ്യങ്ങളും ഒരുപോലെ 14 രാവിന്റെ പൗർണമി ലജ്ജിപ്പിക്കുന്ന നിലയിലാകുമ്പോ അല്ലാഹ് പറയുകയാണ്, അവർക്ക് പ്രത്യേകമായൊരു പാനീയം കൊടുപ്പിക്കുകയാണ്. ഇതിനു മുമ്പാരും അത് പൊട്ടിച്ചിട്ട് പോലുമില്ല. സീല് വെക്കപ്പെട്ട പാനീയ ചഷകങ്ങൾ അല്ലാഹുവിന്റെ മാലാകമാരവർക്ക് കൊടുക്കുകയാണ്. എന്താണ് ആ പാനീയ ചഷകത്തിന്റെ ആ മുദ്ര എന്നറിയോ? ആ മുദ്ര ഏതാണ്? മിസ്ക്, കസ്തൂരി കൊണ്ടാണ് അല്ലാഹു മുദ്ര വെച്ചിരിക്കുന്നത്. അതിന്റെ ചേരുവ തസ്നീമാണ്. അതിന്റെ ചേരുവ തസ്നീമാണ്. ഐനയശ്റബു ബിഹൽ മുഖറബൂൻ, കളകളാരവം മുഴക്കുന്ന കൊച്ചു കൊച്ചു അരുവികളും പാലാറുകളും തേനാറുകളും അല്ലാഹു കൊടുക്കുകയാണ്. ഇതെല്ലാം അല്ലാഹു തആല കൊടുക്കുന്ന അബ്റാരിയങ്ങൾ എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അതുകൊണ്ട് ഞാൻ ഈ വൈകിയ വേളയിൽ എനിക്ക് അനുവദിക്കപ്പെട്ട സമയം കഴിഞ്ഞ് 2 മിനിറ്റ് കൂടിയായ ഈ ഘട്ടത്തില് ഈ നെല്ലിക്കാട് ഖാദിരിയ നഗറിലെ എന്നെ കേൾക്കുന്ന സായാഹ്നത്തിലെ പ്രിയപ്പെട്ട സത്യവിശ്വാസികളോട് വിശ്വാസിനികളോട് എനിക്ക് പറയാനുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ ഓരോരുത്തരും അബ്റാറുകളായി മാറുക. അബ്റാറുകളായി മാറാൻ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ, ഒന്നാമതായിട്ട് ബാധ്യതകൾ സമ്പൂർണ്ണമായി വീടുന്നവരാവുക. ആരോടൊക്കെ നമുക്ക് ബാധ്യതകളുണ്ടോ ആ ബാധ്യതകൾ മുഴുവനും സമ്പൂർണ്ണമായി പാലിക്കുന്നവരാവുക. അതോടൊപ്പം സഹോദരങ്ങളെ, പരലോകത്തിനെ പേടിക്കുന്നവരാവുക. ഒപ്പം വീടിന്റെ പരിസരങ്ങളിൽ പാവപ്പെട്ടവൻ വിശന്നു കഴിയുന്നത് കണ്ടാൽ ആ വിശക്കുന്നവന് ഒരു പിടി ഭക്ഷണം കൊടുക്കാൻ, ഒരു നേരത്തെ വെള്ളം കൊടുക്കാൻ, ഒരു തുണി വാങ്ങി കൊടുക്കാൻ നമുക്ക് കഴിയണം. ആ പുണ്യ പ്രവർത്തനങ്ങൾ 3 ചെയ്യുമ്പോഴാണ് വിശുദ്ധ ഖുർആൻ പറയുന്നവൻ അബ്റാറാവുക. ആ അബ്റാർ എന്ന പുണ്യവാന്മാരിൽ ഉൾപ്പെട്ടാൽ അങ്ങനെയുള്ള ആളുകളെ നമ്മൾ ബഹുമാനിക്കണ്ടേ? അതല്ലേ പടച്ചവന് വേണ്ടി നമ്മൾ ചെയ്യുന്ന സുഹൃതം. അവർ വെറുത്തവർ, അവർ അല്ലാഹു വെറുത്തവർ, അവരാരാണെങ്കിലും അല്ലാഹു വെറുത്തവർ, പടച്ചതമ്പുരാന്റെ വെറുപ്പ് സമ്പാദിച്ചവർ. ആ വെറുപ്പ് സമ്പാദിച്ചവരോട് ശക്തമായ വിയോജിപ്പ് രേഖപ്പെടുത്തിക്കൊണ്ട് അല്ലാഹു സ്നേഹിച്ചവർ, അല്ലാഹു ഇഷ്ടപ്പെട്ടവർ, അല്ലാഹു ചേർത്ത് നിർത്തിയവർ. അത് നിങ്ങൾ നിറം നോക്കണ്ട. അല്ലാഹു ഇഷ്ടപ്പെട്ടവരുടെ നിറം നോക്കണ്ട. നെഞ്ചറ്റം വരെ ദാടിയുണ്ടോ എന്ന് നോക്കണ്ട. നിങ്ങൾ ഒരിക്കലും അല്ലാഹു ചേർത്ത് നിർത്തിയവർക്ക് എന്ത് ക്വാളിറ്റി എന്ന് രൂപലാവണ്യങ്ങളിലും ആകാര സൗഷ്ഠവങ്ങളിലും സൗകുമാരിതകളിലും നിങ്ങൾ പരതണ്ട. ഞാൻ പറയുന്ന ഒറ്റ വാക്ക് കൂടി നിങ്ങളുടെ മനസ്സിൽ വെക്കണം.
എന്നിട്ട് ഞാൻ എന്റെ പ്രസംഗം അവസാനിപ്പിച്ചോളാം. അള്ളാഹു ബഹുമാനിച്ചതിനെ ബഹുമാനിക്കണമെന്ന് പറയുമ്പോൾ അതേതെങ്കിലും യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ ആകണമെന്നില്ല, ഏതെങ്കിലും പള്ളിയിലെ ഖതീബാകണമെന്നില്ല, ഏതെങ്കിലും സർവകലാശാലയിലെ പ്രിൻസിപ്പളോ മുദരിസോ പ്രൊഫസറോ ആകണമെന്നില്ല, ഏതെങ്കിലും പള്ളിയിലെ മുഅല്ലിമാകണമെന്നില്ല, ഏതെങ്കിലും വലിയ കുടുംബത്തിലെ ഒരു കാരണവരാകണമെന്നില്ല, ഏതെങ്കിലും സയ്യിദാകണമെന്നില്ല, ഏതെങ്കിലും നിലയിലുള്ള ഏതെങ്കിലും സാമ്പത്തിക ശേഷിയുള്ളവനാകണമെന്നില്ല. അല്ലാഹു ബഹുമാനിച്ചത് നമ്മൾ ബഹുമാനിക്കുന്നുണ്ട്. ഏതാ? ആഗ്രഹിക്കുമ്പോഴൊക്കെ ചാണകം നജസായ വസ്തുവാണ്. ഒരു കാരണവശാലും നജസായ ചാണകം നമ്മുടെ ശരീരത്തിലോ തുണിയിലോ വസ്ത്രത്തിലോ നമസ്കാര സ്ഥലത്തോ ഉണ്ടെങ്കിൽ നമസ്കാരത്തിന്റെ ശരിയായ രീതിയെ ബാധിക്കുന്നതാണ് എന്ന് പഠിപ്പിക്കപ്പെട്ട ആ ചാണകമിടുന്ന മൂത്രമൊഴിക്കുന്ന നാൽക്കാലിയായ വിവരവും ബോധവും ഒന്നുമില്ലാത്ത നാൽക്കാലിയായ മൃഗത്തെ അള്ളാഹു ബഹുമാനിച്ചാൽ അതിനെ നമ്മൾ ബഹുമാനിക്കണം. വേണ്ടേ സഹോദരങ്ങളെ? വേണ്ടേന്ന് ചോദിച്ചാ വേണോന്ന് പറയും, വേണോന്ന് ചോദിച്ചാ വേണ്ടാന്ന് പറയും. നിങ്ങൾക്ക് പ്രാമാണികമായ എന്തെങ്കിലും തെളിവുണ്ടോ? ഈ സദസ്സിലേക്ക് ബഹുമാനപ്പെട്ട തങ്ങൾ കടന്നു വരുമ്പോ നമ്മൾ ഇങ്ങനെ തക്ബീർ അങ്ങോട്ട് ചൊല്ലുകയാണ്. ഏത് കിതാബിലുണ്ടെന്ന് എനിക്കറിയില്ല, കാരണം ഞാൻ കിതാബൊന്നും കണ്ട ആളല്ല, എനിക്കറിയില്ല. പ്രഭാഷകരെ കയറി വരുമ്പോ കുലൂ തക്ബീർ എന്ന് വിളിക്കുകയും അറുക്കാൻ കൊണ്ടുപോ ചില സദസ്സിലേക്ക് പോകുമ്പോ ഇനി അറുക്കാനാണോ കൊണ്ടുപോകണമെന്ന് ചിന്തിച്ചിട്ടുണ്ട്. തക്ബീറോട് കൂടി കയറ്റുമ്പോ ആ നിലയില് തക്ബീർ ചൊല്ലണമെന്ന് ഞാൻ എവിടെയും കണ്ടിട്ടില്ല. കണ്ടവരുണ്ടെങ്കിൽ എന്നെ ഉണർത്തുമെന്ന പ്രതീക്ഷയാണ്. പക്ഷേ അള്ളാഹു ബഹുമാനിച്ച ഒരു ചാണകമിടുന്ന മൃഗത്തെ കാണുമ്പോ തക്ബീർ ചൊല്ലൽ സുന്നത്താക്കിയില്ലേ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം? അതിനെ തലോടല്, അതിനെ കുളിപ്പിക്കല്, അതിനു വേണ്ടിയിട്ട് മാർക്കറ്റിൽ ചന്തയിൽ ചെന്നിട്ട് മൂരി ചന്തയിൽ ചെന്നിട്ട് ഈ മൃഗത്തെ തരുമോ എന്ന് ചോദിച്ചിട്ട് വില പേശുന്നത് തസ്ബീഹിന്റെ കൂലിയാക്കി മാറ്റിയ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആ മൃഗമേതാ? ഉൽഹിയത്തിന്റെ മൃഗമാണ്. ഉൽഹിയത്തിന്റെ മൃഗത്തെ പറ്റി ഖുർആൻ പറഞ്ഞത് എന്താണ്? മിൻ ശആഇരില്ലാ, അള്ളാഹുവിന്റെ ചിഹ്നമാണ് എന്നാണ്. ആരാണോ അള്ളാഹുവിന്റെ ചിഹ്നങ്ങളെ ബഹുമാനിക്കുന്നത് ഫൈനഹാ മിൻ തഖ്വൽ ഖുലൂബ്, അത് വാരിയെല്ല് കൊണ്ട് മൂടപ്പെട്ട ഹൃദയത്തിന്റെ ഉള്ളറകളിലുള്ള ഭക്തിയുടെയും സ്നേഹത്തിന്റെയും ഭയഭക്തിയുടെയും വിശ്വാസത്തിന്റെയും പ്രതീകമാണ്, അടയാളമാണെന്ന് പഠിപ്പിച്ചു. അതുകൊണ്ട് തന്നെ ഒരു മൃഗത്തെ ഉൽഹിയ മൃഗം അള്ളാഹു ചേർത്ത് നിർത്തിയതിന്റെ ദൃഷ്ടാന്തമാണ് എന്ന് പറഞ്ഞപ്പോൾ, അവന്റെ ആയത്താണെന്ന് പറഞ്ഞപ്പോൾ, ആ ചിഹ്നമാകുന്ന മൃഗത്തെ പോലും നമ്മൾ ആദരവോടെ കാണുകയും തക്ബീറുകളിൽ ചെല്ലുകയും ചെയ്തിട്ടുണ്ട് എങ്കിൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അള്ള ബഹുമാനിച്ചത് മൃഗമായാലും അള്ള ബഹുമാനിച്ചത് കല്ലായാലും, അള്ള ബഹുമാനിച്ച കല്ലിനെ നമ്മൾ ആദരിക്കുന്നില്ലേ, ആദരിക്കുന്നില്ലേ? ഹജറുൽ അസ്വദ്, ബ്ലാക്ക് സ്റ്റോൺ, സൗവദതുഹു ഖതായ ബനി ആദം, മനുഷ്യന്റെ മുഴുവൻ പാപങ്ങളും കറുപ്പിച്ച് കളഞ്ഞ വെളുത്ത് വെള്ളാരം കല്ലായിരുന്നു. അശദ്ദു മിനൽ ലബനി, പാലിനേക്കാൾ അശദ്ദു ബയാളം മിനൽ ലബനി, പാലിനേക്കാൾ വെണ്മയുണ്ടായിരുന്ന ആ ഹജറുൽ അസ്വദ് എന്ന കല്ലിനെ ലോകത്തുള്ള മുഴുവൻ മനുഷ്യന്റെയും പാപത്തിന്റെ കറകളേറ്റുവാങ്ങിയിട്ട് സൗവദതുഹു ഖതായ ബനി ആദം, ആ കല്ല് കറുത്തുപോയി. ആ കല്ല് കേവലം ഒരു കല്ലാണ്. ഉമർ തങ്ങൾ എന്ന തൗഹീദിന്റെ ഏറ്റവും വലിയ പ്രചാരകം പറഞ്ഞത്, ഇന്നി റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുകബ്ബിലുകി, നിന്നെ എന്റെ ഹബീബ് മുത്തുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇല്ലെങ്കിൽ മഖബ്ബൽതുകി അബദാ, ഒരൊറ്റ വട്ടം പോലും ഞാൻ നിന്നെ മുത്തൂലായിരുന്നു കല്ലേ എന്ന് ഹജറുൽ അസ്വദിനോട് പറഞ്ഞു ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. ആ നിലയിൽ ഒരു കല്ലാകുന്ന ഒരു അചേതന വസ്തു പോലും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആലോചിച്ച് നോക്കിയേ. ആ നിലയിൽ മനുഷ്യൻ ഒരു കല്ല് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമായപ്പോ ബഹുമാനിക്കുന്നു, ഒരു മൃഗത്തെ നമ്മൾ ആദരിക്കുന്നു. അപ്പൊ അള്ള ബഹുമാനിച്ചവരൊക്കെ ബഹുമാനിക്കുന്നത് പടച്ചോന് വേണ്ടിയിട്ടുള്ള ആരാധനയാണ്. അല്ലാതെ 5 നേരം നിസ്കരിച്ച് നോമ്പും പിടിച്ച് സക്കാത്തും കൊടുത്ത് ഹജ്ജിനും പോയി ഒരുപാട് ദിക്റും ചൊല്ലി നാഴികക്ക് 40 വട്ടം അള്ളാഹുവിന്റെ ഔലിയാക്കളെ തെറി വിളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാക്കാക്കും അള്ളാന്റെ സ്വർഗം കിട്ടുമെന്നൊരു പ്രതീക്ഷയും വേണ്ട. ആ കാക്കാക്ക് ശദ്ദാദിന്റെ സ്വർഗമായിരിക്കും കിട്ടുക. അള്ള ബഹുമാനിച്ചതിനെ ബഹുമാനിക്കാത്ത ഒരുത്തനും അള്ളാഹ്ക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല. നിസ്കാരം നമുക്ക, നോമ്പ് നമുക്ക, സക്കാത്ത് നമുക്ക, ദിക്ർ നമുക്ക, സ്വലാത്ത് നമുക്ക. അള്ളാഹ്ക്ക് വേണ്ടി എന്താണ്? അള്ളാഹ് സ്നേഹിച്ചവരെ സ്നേഹിക്ക്, അള്ളാഹ് വെറുത്തവരെ വെറുക്ക്. നിങ്ങളുടെ വലത് കൈകൊണ്ട് ഇടത് നെഞ്ചിലേക്ക് ചേർത്ത് വെച്ചിട്ട് ഒരു നിമിഷം ഒരു വിചിന്തനം ചെയ്യാൻ വേണ്ടി ഞാൻ ചോദിക്കുകയാണ്, അള്ളാഹ്ക്ക് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്തു?
നിങ്ങളെ പടച്ചവന് വേണ്ടി നിങ്ങൾ എന്താ ചെയ്തത്? നിങ്ങൾക്ക് പറയാനുള്ളത് ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ് നമസ്കരിച്ച സായാഹ്ന നമസ്കാരത്തെ പറ്റിയാണ്. അതിനു മുമ്പ് നിങ്ങൾ നമസ്കരിച്ച ളുഹർ നമസ്കാരത്തെ പറ്റിയാണ്. നിങ്ങളുടെ ഇന്നത്തെ പ്രഭാത നമസ്കാരത്തെ പറ്റിയാണ്. ഇനി നിങ്ങൾക്ക് വരാനിരിക്കുന്ന സന്ധ്യാസമയത്തെ മഗ്രിബ് നമസ്കാരത്തെ പറ്റിയാണ്. ഈ നമസ്കാരം നിങ്ങൾക്ക് നാളെ രക്ഷപ്പെടാനുള്ള ഒരു പഴുതല്ലേ? നിങ്ങൾ പറയുന്നു നിങ്ങൾ നോമ്പ് പിടിച്ചു, മിഅ്റാജിന്റെ നോമ്പ് പിടിച്ചു, ഇനി ബറാഅത്തിന്റെ നോമ്പ് പിടിക്കാനിരിക്കുന്നു. ഇനി പരിശുദ്ധ റമളാൻ മാസത്തിന്റെ അനുഗ്രഹീതമായ രാവുകൾ കടന്നു വരുന്നു. ഈ നോമ്പ് മുഴുവനും നിങ്ങൾക്ക് നാളെ പടച്ചതമ്പുരാന്റെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന ഒരു രക്ഷാ കവചമാണ്. അള്ളാഹു ചോദിക്കുന്നു, നിങ്ങൾ എനിക്ക് വേണ്ടി എന്ത് ചെയ്തു? ദാനധർമ്മങ്ങളൊന്നും പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു നൽകുന്ന ഒരു തണലാണ്. നമ്മൾ അള്ളാഹുവിനെ പറ്റി ഓർത്തത് മുഴുവനും പടച്ചതമ്പുരാന് സിറാത്ത് പാലത്തിൽ നമുക്ക് തരുന്ന ഒരു പ്രകാശത്തിന്റെ കൈത്തിരിനാളമാണ്. ഞാൻ ചോദിക്കുന്നു, നെല്ലിക്കാട് ഖാദിരിയയിൽ ബഹുമാനപ്പെട്ട സൈനുൽ ആബിദീൻ ഉസ്താദിന്റെ നാമധേയത്തിലുള്ള ഈ പരിപാടി സംഘടിപ്പിച്ചപ്പോൾ ഇവിടെ ഒരുമിച്ച് കൂടി എന്റെ പ്രിയപ്പെട്ട ആണുങ്ങളോട്, എന്റെ പ്രിയപ്പെട്ട പെണ്ണുങ്ങളോട് എനിക്ക് ചോദിക്കാനുള്ളത് ഒരൊറ്റ ചോദ്യമാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്തു? മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞതിന്റെ ഒക്കെയും അല്ലാഹു തആല ഓരോന്ന് വെട്ടി അവസാനം ചോദിച്ചു, അയ്യു അമലിൻ അമിൽതലി യാ മൂസ, എനിക്ക് വേണ്ടി നിങ്ങൾ എന്താ ചെയ്തത്? പ്രിയപ്പെട്ടവരെ, അവസാനം മൂസാ നബി അലൈഹിസ്സലാമിന് ചോദിക്കേണ്ടി വന്നു, ദുല്ലനി അലാ അമലിൻ ഹുവ ലക്, അല്ലാഹുവേ നിനക്ക് വേണ്ടിയിട്ടുള്ള അമൽ നീ എനിക്കൊന്ന് പറഞ്ഞുതാ. നിനക്ക് വേണ്ടി ഞാൻ ചെയ്യേണ്ട അമൽ ഏതാണെന്ന് എനിക്കൊന്ന് പറഞ്ഞു തരുമോ? ആ സമയത്ത് മൂസാ നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു പറഞ്ഞു കൊടുത്ത അമല്, യാ മൂസ ഹൽ വാലൈതലി വലിയൻ ഹൽ ഹാദൈതലി അദ്വാ, നീ ഞാൻ സ്നേഹിച്ചവരെ സ്നേഹിച്ചിട്ടുണ്ടോ മൂസ? ഞാൻ ചേർത്ത് നിർത്തിയവരെ ചേർത്ത് നിർത്തിയിട്ടുണ്ടോ? ഞാൻ എന്റെ ആളാണ് എന്ന് പറഞ്ഞ് എന്നിലേക്ക് അണച്ചു പിടിച്ചവരെ നീ ചേർത്ത് നിർത്തിയിട്ടുണ്ടോ? ഞാൻ വെറുത്തവരെ, ഞാൻ അകറ്റിയവരെ, ഞാൻ പടിയടച്ച് പിണ്ടം വെച്ചവരെ മൂസാ നബിയെ നിങ്ങൾക്ക് അകറ്റി നിർത്താൻ സാധിച്ചിട്ടുണ്ടോ? അതാണ് എനിക്ക് വേണ്ടിയിട്ടുള്ള അമല്. ഞാൻ ഖാദിരിയയിലെ നിങ്ങളോട് ചോദിക്കുകയാണ്, നമ്മുടെ നമസ്കാരം മുഴുവനും നമുക്കാണ് നാളെ ഗുണകരമാകുന്നത്. നമ്മുടെ നോമ്പ് മുഴുവനും നമുക്കാണ് ഗുണകരമാകുന്നത്. നമ്മുടെ ദാനധർമ്മങ്ങൾ മുഴുവനും നമുക്കാണ് ഗുണകരമാകുന്നത്. നമ്മൾ ഓർത്ത ദിക്റുകളും ചൊല്ലിയ സലാത്തുകളെല്ലാം അത് നമുക്കുള്ളതാണ്. അള്ളാഹ്ക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ ആ പടച്ചവന് വേണ്ടിയുള്ള അമല്. സയ്യിദുനാ മൂസാ നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു പറഞ്ഞു, ഹൽ വാലൈതലി വലിയ ഔ ആദൈതലി അദ്വാ, ഞാൻ സ്നേഹിച്ചവരെയൊക്കെ ഒന്ന് സ്നേഹിക്ക്, ഞാൻ വെറുത്തവരെയൊക്കെ ഒന്ന് നിങ്ങൾ വെറുക്ക്. ഇതാണ് അള്ളാഹ്ക്ക് വേണ്ടിയിട്ടുള്ള അമല്. ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഈ വൈകിയ വേളയിൽ 5:30 വരെയാണ് എനിക്ക് അനുവദിച്ചിട്ടുള്ള സമയം. ആ സമയത്തിന്റെ ഉള്ളിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത്, അല്ല സ്നേഹിച്ചവരെ നമുക്ക് സ്നേഹിക്കാൻ കഴിയണം, അല്ല വെറുത്തവരെ നമുക്ക് വെറുക്കാൻ കഴിയണം. പടച്ചവൻ വെറുത്തവരെ ജീവന് തുല്യം സ്നേഹിച്ച് നമ്മുടെ കൽബിന്റെ ഉള്ളിൽ ഇടം കൊടുത്തിട്ട് നമ്മൾ ഒരിക്കലും പൈശാചിക പാത പിന്തുടരുന്നവരാകാൻ പാടില്ല. അല്ല സ്നേഹിച്ചവരെ അകറ്റി നിർത്തിയിട്ട് ഹൃദയത്തിന്റെ ഭിത്തിക്ക് അപ്പുറത്തേക്ക് ഇറക്കി വെച്ചുകൊണ്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സ്നേഹിച്ചവരെ ഒക്കെ തെറി വിളിക്കുന്ന, അധിക്ഷേപിക്കുന്ന ഒരു രീതി ഒരിക്കലും നമുക്കുണ്ടാകാൻ പാടില്ല. ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരോട് പറയുന്നത്, പരിശുദ്ധ ഖുർആനിൽ ഒരു വിഭാഗത്തെ അല്ലാഹു പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ആ വിഭാഗം വിശുദ്ധ ഖുർആനിൽ അൽ അബ്റാർ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഖുർആനിന്റെ 6660 ചില്ലുവാനം ആയത്തുകളിൽ 114 അധ്യായങ്ങളിലായി വിശുദ്ധ ഖുർആനിൽ 6 സ്ഥലങ്ങളിലാണ് അബ്റാർ എന്ന് പറയുന്ന പദം അല്ലാഹു തആല ഉപയോഗിച്ചിട്ടുള്ളത്. അബ്റാർ എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. പുണ്യവാന്മാരെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ കഴിയുന്ന നിലയിൽ അല്ലാഹു ആദരിച്ച, അല്ല ബഹുമാനിച്ച ഏറ്റവും ഉത്കൃഷ്ടവും ഉദാത്തവും ഉന്നതവുമായ വ്യക്തിത്വങ്ങളുടെ ഉടമയായ മഹാന്മാരായ അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട ദാസന്മാര് അബ്റാരികളായി അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുകയാണ്. 6 സ്ഥലങ്ങളിലാണ് വിശുദ്ധ ഖുർആൻ അവരെ പറ്റി പറയുന്നത്. ആദ്യമായിട്ട് ഖുർആൻ അവരെ സംബന്ധിച്ച് പറയുന്നത്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവരുടെ ജീവിതത്തിന്റെ പ്രവർത്തനങ്ങൾ ഏതാണ് എന്ന് പരിചയപ്പെടുത്താനാണ്.
അവരുടെ പ്രവർത്തനങ്ങൾ എന്താണ്? അബ്റാർ എന്ന് പറയുന്ന വിഭാഗം. നിങ്ങളുടെ ശ്രദ്ധ ഈ 30 മിനിറ്റിന്റെ ഉള്ളിൽ എന്റെ ഈ ശബ്ദത്തോടൊപ്പം തന്നെ നിങ്ങളുടെ ഖൽബിനെ, നിങ്ങളുടെ ഹൃദയത്തെ ഞാൻ ക്ഷണിക്കുകയാണ്. കാരണം കാതുകൊണ്ട് വയല് കേൾക്കൽ, കാതുകൊണ്ട് ഉപദേശം ശ്രവിക്കൽ, അത് മറന്നു പോകാനും അതല്ലെങ്കിൽ വിസ്മരിച്ചു പോകാനും ഒക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് പ്രഭാഷണങ്ങൾ എപ്പോഴും ഖൽബ് കൊണ്ടായിരിക്കണം കേൾക്കേണ്ടത്. അതുകൊണ്ട് നിങ്ങൾ ഖൽബ് കൊണ്ട് കേൾക്കുമെന്ന പ്രതീക്ഷയോടെ ഞാൻ പറയട്ടെ, ഒരു അബ്റാർ എന്ന് പറയുന്ന ഏറ്റവും വലിയ പുണ്യവാന്മാരെന്ന് ഖുർആൻ പരിചയപ്പെടുത്തിയ 6 തവണ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല എടുത്തു പറഞ്ഞ ആ വിഭാഗത്തിൽ അല്ലാഹു തആല അബ്റാരിങ്ങളുടെ വിശേഷണങ്ങൾ എണ്ണി പറയുന്നത് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ 3 വിശേഷണങ്ങളാണ്. 3 വിശേഷണങ്ങളാണ്. നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. ഒന്നാമതായിട്ട് വിശുദ്ധ ഖുർആൻ പറയുന്നത് യൂഫൂന ബിന്നദർ. യൂഫൂന ബിന്നദിരി, ഉത്തരവാദിത്വങ്ങൾ നിറവേറ്റുന്നവരാണ്. ഉത്തരവാദിത്വങ്ങൾ നിറവേറ്റുന്നവരാണ്. ഭാര്യയ്ക്ക് ഭർത്താവിനോട് ഒരു ഉത്തരവാദിത്വമുണ്ട്, ഭർത്താവിന് ഭാര്യയോട് ഒരു ഉത്തരവാദിത്വമുണ്ട്, ശിഷ്യന്മാർക്ക് ഉസ്താദുമാരോട് ചില ഉത്തരവാദിത്വങ്ങളുണ്ട്, അധ്യാപകർക്ക് ശിഷ്യഗണങ്ങളോട് ചില ഉത്തരവാദിത്വങ്ങളുണ്ട്, അയൽവാസികൾ തമ്മിൽ ചില ഉത്തരവാദിത്വങ്ങളും കമ്മിറ്റ്മെന്റുകളുമുണ്ട്. ആ ഉത്തരവാദിത്വങ്ങൾ കൃത്യമായി പാലിക്കുമ്പോഴാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരു മനുഷ്യൻ യഥാർത്ഥ മനുഷ്യനായി മാറുക. പറക്കാൻ പലർക്കും കഴിഞ്ഞേക്കാം. ഗുരുവിന്റെ മുമ്പിൽ വന്ന് 3 പേര് അവരുടെ സാഹസിക പ്രകടനങ്ങൾ കാഴ്ചവെക്കുകയാണ്. ഒന്നാമത്തെ ആള് പറഞ്ഞു, ഞാൻ പറന്ന് നടക്കും, അതെനിക്ക് വലിയ അത്ഭുതമായി ജനങ്ങളെ കാണിക്കാൻ കഴിയും. രണ്ടാമത്തെ ആള് പറഞ്ഞു, എനിക്ക് വെള്ളത്തിനടിയിലൂടെ മണിക്കൂറുകളോളം നീന്തി കളിക്കാൻ കഴിയും. മൂന്നാമത്തെ ആള് പറഞ്ഞു, ഒരു മരത്തിലേക്ക് കയറിയിട്ട് അടുത്ത മരത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങുന്ന നിലയിൽ എത്ര മരത്തിൽ വേണമെങ്കിലും ഒരു മരച്ചില്ലയിൽ നിന്ന് അടുത്ത മരച്ചില്ലയിലേക്ക് ചാടിക്കടക്കാൻ എനിക്ക് കഴിയുമെന്ന് പറഞ്ഞു. ശിഷ്യന്മാര് വാതുറന്ന് സംഭീതരായി, പരിഭ്രമചിത്തരായി, വിഷാദവിഷണ്ണരായി എന്തായി അത്ഭുതമെന്ന് ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഗുരുവിന്റെ മുഖത്ത് യാതൊരു നിലയിലുള്ള ഭാവവ്യത്യാസങ്ങളുമില്ല. ആ ഗുരുവിനോട് ഈ വന്ന 3 പേരും പോയ ശേഷം ശിഷ്യഗണങ്ങൾ ചോദിച്ചു, അത്രേ ഗുരുവോ, നിങ്ങൾക്ക് എന്താണ് ഒരു അത്ഭുതം? ഇതൊന്നും കേട്ടിട്ട് നിങ്ങളുടെ മനസ്സിൽ, നിങ്ങളുടെ മുഖത്ത് ഭാവവ്യത്യാസങ്ങൾ ഇല്ലാത്തത് എന്താണെന്ന് ചോദിച്ചപ്പോൾ ആ ഗുരു പറഞ്ഞ മറുപടിയാണ്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു മനുഷ്യൻ ആകാശത്തിലൂടെ പറക്കാൻ കഴിയുമെന്ന് പറയുമ്പോൾ പക്ഷികൾ ഇവിടെ പറന്നു പോകുന്നില്ലേ? അത് വലിയൊരു കാര്യമാണോ? പറവകൾ പറന്നു കളിക്കുന്നില്ലേ? അതൊരു വലിയ കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. വെള്ളത്തിനടിയിലൂടെ മണിക്കൂറുകളോളം നീന്തി തുടിക്കാൻ കഴിയുമെന്ന് പറയുമ്പോൾ ഇവിടത്തെ ചെറിയ ചെറിയ പരൽ മത്സ്യം മുതൽ വലിയ വലിയ സ്രാവ് വരെയുള്ള ജീവികൾ വെള്ളത്തിനടിയിലൂടെ ഓളിയിട്ട് പരൽ മത്സ്യങ്ങൾ തുടങ്ങി പടുകൂറ്റ മത്സ്യങ്ങൾ വരെ വെള്ളത്തിനടിയിലൂടെ സഞ്ചരിക്കുന്നില്ലേ? ഇതെന്തിൽ അത്ഭുതം ഇരിക്കുന്നു? മരച്ചില്ലകളിലൂടെ ചാടി കളിക്കുന്ന കൊരങ്ങന്മാര് കളിക്കുന്നില്ലേ? എന്നിട്ട് ഗുരു ശിഷ്യന്മാരോട് പറഞ്ഞു കൊടുത്തത്, ഈ ലോകത്ത് മനുഷ്യനാകാനാണ് ബുദ്ധിമുട്ട്, ഈ ലോകത്ത് മനുഷ്യനായി ജീവിക്കാനാണ് പ്രയാസം. യൂഫൂന ബിന്നദർ, വിശുദ്ധ ഖുർആനിന്റെ വ്യാഖ്യാതാക്കൾ വിവരിക്കുന്നത്, ആരോടൊക്കെ നമുക്ക് കമ്മിറ്റ്മെന്റ് ഉണ്ടോ, ആരോടൊക്കെ നമുക്ക് കടപ്പാടുണ്ടോ, ആ കടപ്പാടുകൾ മുഴുവനും പാലിക്കുന്നവരാണ്. രണ്ടാമതായി വിശുദ്ധ ഖുർആൻ അബ്റാരിങ്ങളെ പറ്റി പറഞ്ഞത്, ويخافون يوما كان شره مستطيرا. വിശുദ്ധ ഖുർആൻ പറയുകയാണ്, വയഖാഫൂന യൗമൻ കാന ശർറുഹു മുസ്തതീറാ. വിപത്ത് പറന്നു നടക്കുന്ന പരലോകത്തെ പേടിക്കണം സഹോദരങ്ങളെ. വിപത്ത്, നാശം പരന്നു നടക്കുകയാണ്, പറന്നു നടക്കുകയാണ്. ആ പറന്നു നടക്കുന്ന മുസ്തതീറ എന്ന് പറഞ്ഞാൽ ചിറകടിച്ചു പറക്കുക. അങ്ങനെ ഫിത്നകളും ഷർറുകളും ആപത്തുകളും ചിറകടിച്ചു പറക്കുന്ന പരലോകത്തിന്റെ ഭീകരതയെ ഭയപ്പെടുക എന്നതാണ് ഒരു അബ്റാർ എന്ന് പറയുന്ന വ്യക്തിയുടെ ഏറ്റവും നല്ല ക്വാളിറ്റി ഖുർആൻ പരിചയപ്പെടുത്തുന്നത്. ഒന്ന്, ജനങ്ങളോടുള്ള കടമകൾ പാലിച്ച് അള്ളാഹുവിനോടുള്ള ബാധ്യതകൾ നിറവേറ്റി പടപ്പുകളോട് പടച്ചവനോടുള്ള ബാധ്യതകൾ നിറവേറ്റുന്നതോടൊപ്പം തന്നെ ആഖിറത്തുമായി ബന്ധപ്പെട്ട് അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന ഒരു സാലിഹായ മനുഷ്യനാണ് അബ്റാറുകളിൽ ഉൾപ്പെടുക, പുണ്യവാന്മാരിൽ ഉൾപ്പെടുക. മൂന്നാമത്തെ ക്വാളിറ്റി പറഞ്ഞതാണ്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നേരിട്ട് പരിചയപ്പെടാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും സൈനുൽ ആബിദീൻ എന്ന് പറയുന്ന ഈ സ്മരിക്കപ്പെടുന്ന വ്യക്തി പ്രഭാവം അദ്ദേഹത്തെ
സംബന്ധിച്ച് ഇതുവരെ കേട്ടതും നാളിതുവരെ പഠിച്ചതുമായ ചില കാര്യങ്ങളെ മുൻനിർത്തി പറഞ്ഞാൽ മൂന്നാമത് പറയുന്ന കാര്യം അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ചെയ്യപ്പെടുന്ന ഒരു സംഗതിയായിരുന്നു. ഏതായിരുന്നു? വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയ മൂന്നാമത്തെ ക്വാളിറ്റി എന്നറിയോ? വയുത്ഇമൂന തുആമ അലാ ഹുബ്ബിഹി മിസ്കീനൻ വയതീമൻ വഅസീറാ ഇന്നമാ നുത്ഇമുകും ലിവജ്ഹില്ലാഹ് ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുകൂറാ. വിശുദ്ധ ഖുർആനിൽ അല്ലാഹ് പറയുകയാണ്, സൂറത്തുൽ ഇൻസാനിലാണ് ഈ അബ്റാരികളുടെ വിശേഷണങ്ങൾ പറഞ്ഞത്. പടച്ചവനോടും പടപ്പുകളോടുമുള്ള ബാധ്യതകൾ നിറവേറ്റുന്നവരാണ്. പാതിരാത്രിയുടെ നിശബ്ദതകളിലെ പടച്ചതമ്പുരാന്റെ പരലോകത്തെ ഓർത്തുകൊണ്ട് പൊട്ടിക്കരയുന്നവരാണ്. തീരുന്നില്ല. വയുത്ഇമൂന തുആമ അലാ ഹുബ്ബിഹി മിസ്കീനൻ വയതീമൻ വഅസീറാ. തടവ് പുള്ളികൾക്കും അനാഥകർക്കും അഗതികൾക്കും ഭക്ഷണം കൊടുക്കുന്നവരാണ് സഹോദരങ്ങളെ. എന്നിട്ട് ആ ഭക്ഷണം കൊടുക്കുന്നതിലൂടെ വോട്ട് നേടാനല്ല, ആ ഭക്ഷണ കിറ്റ് കൊടുക്കുന്നതിലൂടെ, ആ ഭക്ഷണം നൽകുന്നതിലൂടെ, ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുന്നതിലൂടെ, ഒരു നേരത്തെ വെള്ളം കുടിക്കാൻ കൊടുക്കുന്നതിലൂടെ, ഉടുതുണിക്ക് മറുതുണിയില്ലാത്തവന് നാണം മറയ്ക്കാൻ ഒരു ജോഡി ഡ്രസ്സ് കൊടുക്കുന്നതിലൂടെ, കല്യാണ പ്രായമെത്തിയിട്ട് കഴിച്ചയക്കാൻ സാധ്യമാകാത്ത നിലയിൽ സാമ്പത്തിക പരാധീനതകൾ അനുഭവിക്കുന്ന ഒരു പാവപ്പെട്ട കുടുംബത്തിന്റെ പാവപ്പെട്ട പെൺകുട്ടിയെ ഒരു 5 or 10 പവൻ കൊടുത്ത് കല്യാണം കഴിപ്പിച്ചയക്കുക എന്ന് പറയുന്ന പുണ്യം ചെയ്യുന്നതിലൂടെ വോട്ട് നേടാനല്ല, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഭൗതിക സംവിധാനങ്ങളെ കെട്ടിപ്പടുത്താനല്ല. പിന്നെയോ ഇന്നമാ നുത്ഇമുകും ലിവജ്ഹില്ലാഹ്. സർവാധിനാഥനായ സർവഗുണ സമ്പൂർണനായ സർവജ്ഞനായ സർവലോക സൃഷ്ടിസ്ഥിതി സംഹാരകർത്താവായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഖാലിഖും അലിക്കും റാസിഖുമായ പടച്ചതമ്പുരാൻ, ആ പടച്ചതമ്പുരാന്റെ തൃപ്തിയല്ലാതെ, ആ പടച്ചതമ്പുരാന്റെ സംതൃപ്തിയല്ലാതെ വേറെ ഒന്നും മോഹിക്കാതെ ജനങ്ങൾക്ക് അന്നം കൊടുക്കുന്നവരുണ്ടല്ലോ, ജനങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നവരുണ്ടല്ലോ. ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുകൂറാ. ഒരു നന്ദി വാക്ക്, ഒരു കടപ്പാട്, ഒരു സ്പെഷ്യൽ താങ്ക്സ്, അല്ലെങ്കിലും നാളെ ഇതുപോലെ ഞാൻ പട്ടിണി കിടക്കുമ്പോൾ എന്നെ സഹായിക്കണേ എന്നുള്ള പ്രത്യുപകാര മനോഭാവത്തോടെയല്ലാതെ പാവപ്പെട്ടവന്റെ വിശപ്പ് മാറ്റി കൊടുക്കുന്നവനാരോ, പട്ടിണി കിടക്കുന്നവന്റെ പട്ടിണിക്ക് പരിഹാരം കാണുന്നവനാരോ, പരമേയാന് സൗഭാഗ്യമില്ലാത്തവന് ഒരു വീട് മേഞ്ഞു കൊടുക്കുന്നവനാരോ, പുരം നിറഞ്ഞിരിക്കുന്ന പാവപ്പെട്ട പെൺകുട്ടിയുടെ കൈ പിടിച്ചിട്ട് അവളെ വിവാഹം എന്ന ഏറ്റവും വലിയ സന്തോഷത്തിന്റെ നിമിഷങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുക്കി വിടുന്നവരാരോ, അവരാണ് അബ്റാരിങ്ങളെന്ന് പരിശുദ്ധ ഖുർആൻ. അവരാണ് അബ്റാരിങ്ങൾ. സഹോദരങ്ങളെ, ഒരുപാട് പാവപ്പെട്ടവന് ഭക്ഷണം കൊടുത്ത ഒരുപാട്, ഞാൻ ബഹുമാനപ്പെട്ട നെല്ലിക്കാട് ഖാദിരിയ നഗറിൽ വെച്ച് ബഹുമാനപ്പെട്ട ഉസ്താദിനെ സാക്ഷിയാക്കി പറയുന്നു, ഞാൻ ജീവിതത്തിൽ ഒരൊറ്റവട്ടമാണ് അദ്ദേഹത്തിനെ കണ്ടിട്ടുള്ളത്. ആ അദ്ദേഹത്തെ ഞാൻ കാണുന്നത് കണ്ണൂർ ഇന്റർനാഷണൽ എയർപോർട്ടിൽ വെച്ചാണ്. ഞാനൊരു പരിപാടിക്ക് പോകുമ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ഞാൻ കയറിയ തിരിച്ചു വരുമ്പോൾ കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വരുന്ന കയറിയ ഫ്ലൈറ്റിൽ അദ്ദേഹവും ഉണ്ടായിരുന്നു. എനിക്കറിയില്ല ഇത് ബഹുമാനപ്പെട്ട ഉസ്താദാണ് എന്ന്. അങ്ങനെ അടുത്ത് നിൽക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ചോദിച്ചു, ഉസ്താദ് എവിടെയാണ്? അപ്പോഴാണ് ഉസ്താദിന്റെ സ്ഥലം പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, നെല്ലിക്കാട് ഉസ്താദ് എന്നറിയപ്പെടുന്ന ഉസ്താദാണോ? അപ്പോഴാണ് ഞാൻ അദ്ദേഹത്തെ നേരിൽ കാണുന്നത്. പിന്നീട് ഞാൻ ഒരിക്കൽ കൂടി അദ്ദേഹത്തെ കാണാൻ വേണ്ടി വന്നു. അത് ഈ അന്ത്യവിശ്രമം കൊള്ളുന്ന ഖബറിലേക്ക് അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം എടുത്തു വെക്കുന്ന ഘട്ടത്തിലാണ്. ആ മഗ്രിബിന്റെ സമയമാണെന്നാണ് എന്റെ ഓർമ്മ. ആ സമയത്താണ് ഞാൻ ഇവിടെ രണ്ടാമതായി അദ്ദേഹത്തെ കാണാൻ വരുന്നത്. പക്ഷേ അറിഞ്ഞിടത്തോളം, മനസ്സിലാക്കിയിടത്തോളം പാവപ്പെട്ടവനെ സഹായിക്കാനും പട്ടിണി കിടക്കുന്നവന്റെ പട്ടിണി മാറ്റിക്കൊടുക്കാനും അദ്ദേഹം കാണിക്കുന്ന ജാഗ്രതയും അദ്ദേഹം കാണിക്കുന്ന ഇടപെടലുകളും ശ്ലാഘനീയമാണെന്ന് മാത്രമല്ല, പ്രോത്സാഹനജനകമാണെന്ന് മാത്രമല്ല, മാതൃകാപരമാണ് എന്ന ചിന്ത എന്റെ പ്രിയപ്പെട്ടവരെ നമുക്കുണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അബ്റാരിങ്ങളെന്ന് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയ ആ വിഭാഗത്തിൽ പെടാൻ ഒന്ന്, നമ്മൾ കമ്മിറ്റ്മെന്റുകൾ, കടപ്പാടുകൾ, ബാധ്യതകൾ നമ്മുടെ ജീവിതത്തിൽ ആരോടൊക്കെ നമുക്കുണ്ടോ അതെല്ലാം കൃത്യമായി നമ്മൾ പാലിക്കുന്നവരാവുക. രണ്ടാമതായിട്ട് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയതുപോലെ പരലോകത്തിന്റെ ഭീകരതയിൽ ഏത് സമയവും ഭയപ്പെടുന്നവരാവുക.